ഹലോ വെൽക്കം ബാക്ക് ടു ബയോ ഈസി ലേണിംഗ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എൻവയോൺമെൻറ്റൽ ഇഷ്യൂസ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നിന്നും കുറച്ച് മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. സോ കുറച്ച് ടെക്നിക്കൽ ഇഷ്യൂസ് ഉള്ളത് കൊണ്ട് തന്നെ ഞാൻ ക്വസ്റ്റ്യൻസ് പറയുകയാണ് ചെയ്യുന്നത്. വോയിസ് ആയിട്ടായിരിക്കും ഈ വീഡിയോ. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നും മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ളതായിട്ടുള്ള ക്വസ്റ്റ്യൻസും പ്ലസ് ഓപ്ഷൻസും ആണ്. അതിന് ആൻസറും പറയുന്നുണ്ട്. അപ്പോൾ മാക്സിമം പോർഷൻസ് കവർ ചെയ്തിട്ട് തന്നെയാണ് ക്വസ്റ്റ്യൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. സോ ക്വസ്റ്റ്യൻസ് ശ്രദ്ധിക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, compressed natural gas means CNG is option A propane, option B methane, option C ethane, option D butane. So CNG എന്താണ് എന്നാണ് ക്വസ്റ്റ്യൻ. ആൻസർ ഓപ്ഷൻ ബി മീഥെയ്ൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വേൾഡ്സ് മോസ്റ്റ് പ്രോബ്ലമാറ്റിക് അക്വാട്ടിക് വീഡ്. നമ്മളുടെ ലോകത്തിലെ തന്നെ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ഒരു അക്വാട്ടിക് വീഡ് ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ അസോള, ഓപ്ഷൻ ബി വോൾഫിയ, ഓപ്ഷൻ സി ഐക്കോർണിയ, ഓപ്ഷൻ ഡി ട്രാപ്പ. ആൻസർ ഓപ്ഷൻ സി ഐക്കോർണിയ. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദ ഫോളോയിങ് കോസസ് ബയോമാഗ്നിഫിക്കേഷൻ? ഓപ്ഷൻ എ SO2, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി DDT, ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. സോ താഴെ തന്നിരിക്കുന്നവയിൽ ബയോമാഗ്നിഫിക്കേഷൻ ഉണ്ടാവുന്നതിന് കാരണമായിട്ടുള്ളവ ഏതൊക്കെയാണ് എന്നാണ് ചോദ്യം. അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ബോത്ത് ബി ആൻഡ് സി. മീൻസ് മെർക്കുറിയും DDTയും ആണ് ബയോമാഗ്നിഫിക്കേഷന് കാരണമായിട്ടുള്ളത്. അടുത്ത ക്വസ്റ്റ്യൻ, ദ എക്സ്പാൻഡഡ് ഫോം ഓഫ് DDT ഈസ്? ഓപ്ഷൻ എ ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ, ഓപ്ഷൻ ബി ഡൈക്ലോറോ ഡൈഇഥൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ, ഓപ്ഷൻ സി ഡൈക്ലോറോ ഡൈപ്രോപ്പിഡൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ, ഓപ്ഷൻ ഡി ഡൈക്ലോറോ ഡൈഫീനൈൽ ടെട്രാക്ലോറോ അസറ്റോൺ. ആൻസർ ഓപ്ഷൻ എ ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. അപ്പോൾ DDT എന്നാൽ ഒന്നുകൂടി മനസ്സിലാക്കുക, ഡൈക്ലോറോ ഡൈഫീനൈൽ ട്രൈക്ലോറോ ഈഥെയ്ൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഇൻ 1984 the Bhopal gas tragedy took place because methyl isocyanate. Option A reacted with DDT, option B reacted with ammonia, option C reacted with CO2, option D reacted with water. സോ 1984 ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി, അതിന് കാരണമായിട്ടുള്ള മീഥൈൽ ഐസോസൈനേറ്റ് എന്നത് രാസവസ്തു എന്തുമായിട്ട് റിയാക്ട് ചെയ്തിട്ടാണ് അവിടെ ഒരു എക്സ്പ്ലോഷൻ സംഭവിച്ചത്? ആൻസർ ഓപ്ഷൻ ഡി റിയാക്റ്റഡ് വിത്ത് വാട്ടർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, കോമൺ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഓഫ് വാട്ടർ പൊല്യൂഷൻ ഈസ്? വാട്ടർ പൊല്യൂഷൻ്റെ കോമൺ ഇൻഡിക്കേറ്റർ ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ലംന പോസിക്കോസേറ്റ, ഓപ്ഷൻ ബി ഐക്കോർണിയ ക്രാസിപ്പസ്, ഓപ്ഷൻ സി ഐക്കോർണിയ കോളൈ, ഓപ്ഷൻ ഡി എൻഡമീബ ഹിസ്റ്റോലിറ്റിക്ക. ആൻസർ ഓപ്ഷൻ സി എസ്കരീഷ്യ കോളൈ. അടുത്ത ക്വസ്റ്റ്യൻ, DDT ഈസ് എ? ഓപ്ഷൻ എ ആൻറ്റിബയോട്ടിക്, ഓപ്ഷൻ ബി ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ, ഓപ്ഷൻ സി നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ, ഓപ്ഷൻ ഡി ഓൾ ദി എബവ്. ആൻസർ ഓപ്ഷൻ സി നോൺ ബയോഡിഗ്രേഡബിൾ പൊല്യൂട്ടൻ. അടുത്ത ക്വസ്റ്റ്യൻ, ദ ബാക്ടീരിയം സ്യൂഡോമോണാസ് ഈസ് യൂസ്ഫുൾ ബിക്കോസ് ഓഫ് ഇറ്റ്സ് എബിലിറ്റി ടു? ഓപ്ഷൻ എ ട്രാൻസ്ഫർ ജീൻ ഫ്രം വൺ പ്ലാന്റ് ടു അനദർ, ഓപ്ഷൻ ബി ഡീകമ്പോസസ് വെറൈറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്, ഓപ്ഷൻ സി ഫിക്സ് അറ്റ്മോസ്ഫിയറിക് നൈട്രജൻ ഇൻ ദി സോയിൽ, ഓപ്ഷൻ ഡി പ്രൊഡ്യൂസ് എ വൈഡ് വെറൈറ്റി ഓഫ് ആൻറ്റിബയോട്ടിക്സ്. ഇതിൻ്റെ ആൻസർ ഓപ്ഷൻ ബി ഡീകമ്പോസ് വെറൈറ്റി ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ്. അടുത്ത ക്വസ്റ്റ്യൻ, നൈട്രജൻ ഓക്സൈഡ് പ്രൊഡ്യൂസ്ഡ് ഫ്രം ദി എമിഷൻ ഓഫ് ഓട്ടോമൊബൈൽസ് ആൻഡ് പവർ പ്ലാന്റ്സ് ആർ ദി സോഴ്സ് ഓഫ് എയർബോൺ പാർട്ടിക്കിൾ വിച്ച് ലീഡ്സ് ടു? ഓപ്ഷൻ എ ഫോട്ടോകെമിക്കൽ സ്മോഗ്, ഓപ്ഷൻ ബി ഡ്രൈ ആസിഡ് ഡിപ്പോസിഷൻ,
Option C, industrial smog. Option D, wet acid deposition. Answer option A, photochemical smog. അടുത്തത് എക്സ്പാൻഡ് BOD. അപ്പോൾ DDT പോലെ തന്നെ വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് BOD. ഓപ്ഷൻ എ ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്, ഓപ്ഷൻ ബി ബയോസിന്തറ്റിക് ഓക്സിജൻ ഡിമാൻഡ്, ഓപ്ഷൻ ഡി ബയോജിയോകെമിക്കൽ ഓക്സിജൻ ഡിസ്ട്രോയർ, ഓപ്ഷൻ ഡി ബയോളജിക്കൽ ഓക്സിജൻ ഡയമെൻഷൻ. സോ BOD എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ്. Next question. The term biomagnification refers to option A, growth of organism due to food consumption, option B, increase in population size, option C, blowing up of environmental issues by man, option D, increase in concentration of non-degradable pollutant as they pass through food chain. സോ ബയോമാഗ്നിഫിക്കേഷൻ എന്ന് പറയുന്നു അതിൻ്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്. അതായത് ഇൻക്രീസ് ഇൻ കോൺസെൻട്രേഷൻ ഓഫ് നോൺ ഡീഗ്രേഡബിൾ പൊല്യൂട്ടൻ ആസ് ദേ പാസ് ത്രൂ ഫുഡ് ചെയിൻ. നോൺ ബയോഡീഗ്രേഡബിൾ ആയിട്ടുള്ള പൊല്യൂട്ടൻസ് ഫുഡ് ചെയിനിലൂടെ പാസ് ചെയ്തിട്ട് അതിൻ്റെ കോൺസെൻട്രേഷൻ ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു ടേമാണ് ബയോമാഗ്നിഫിക്കേഷൻ. അടുത്ത എല്ലാവർക്കും അറിയാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. മിനമാത ഡിസീസ് ഈസ് കോസ്ഡ് ഡ്യൂ ടു ദി പ്രസൻസ് ഓഫ് ഡാഷ് ഇൻ വാട്ടർ. ഓപ്ഷൻ എ കാഡ്മിയം, ഓപ്ഷൻ ബി ലെഡ്, ഓപ്ഷൻ സി ആർസനിക്, ഓപ്ഷൻ ഡി മെർക്കുറി. സോ ഹിയർ ദ ആൻസർ വിൽ ബി ഓപ്ഷൻ ഡി മെർക്കുറി. മെർക്കുറിയുടെ പ്രസൻസ് ഉള്ളത് കൊണ്ടുണ്ടാവുന്ന ഡിസീസാണ് മീനമാത ഡിസീസ്. Cadmium pollution may cause option A, Minamata disease, option B, skeletal fluorosis, option C, black foot disease, option D, Itai disease. So cadmium pollution cause ചെയ്യുന്ന disease ആണ് Itai disease. അതുപോലെ തന്നെ എൻവയോൺമെന്റൽ ഇഷ്യൂ മൂലം ഉണ്ടാകുന്ന ഒരു ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ ആ ടോപ്പിക് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. The blue baby syndrome result from option A, excess of TDS means total dissolved salt, option B, excess of chloride, option C, methemoglobin, option D, excess of dissolved oxygen. Answer option C, methemoglobin. അടുത്തൊരു ക്വസ്റ്റ്യൻ. Montreal Protocol, which calls for appropriate action to protect the ozone layer from human activities, was passed in the year option A 1985, option B 1986, option C 1987, option D 1988. Answer option C 1987. അതുപോലെ തന്നെ അതും റിലേറ്റ് ചെയ്തിട്ട് ഒരു ക്വസ്റ്റ്യൻ വരാം. The Montreal Protocol refers to option A, persistent organic pollutant, option B, global warming and climate change, option C, substances that deplete ozone layer, option D, biosafety of genetically modified organism. So Montreal Protocol എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ സി ആണ്, സബ്സ്റ്റൻസ് ദാറ്റ് ഡിപ്ലീറ്റ് ദി ഓസോൺ ലെയർ. അതിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മൾ ഇതിനെപ്പറ്റി മുൻപ് ഒരു ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ക്വസ്റ്റ്യൻ കണ്ടിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ഇവിടെ പറഞ്ഞത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. Effect of pollution is first marked on option A, microorganism, option B, green vegetation of an area, option C, food crop, option D, none of this. Answer option B, green vegetation of an area. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. In a river if BOD is high, then option A, river is polluted, option B, river is not polluted, option C, river is dry, option D, none of these. അപ്പോൾ ഒരു റിവറിൻ്റെ BOD എന്ന് പറയുന്നത് ബയോളജിക്കൽ ഓക്സിജൻ ഡിമാൻഡ് എന്ന് പറയുന്നത് ഹൈ ആയി, അങ്ങനെയാണെങ്കിൽ അത് എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? മീൻസ് ഓപ്ഷൻ എ, റിവർ ഈസ് പൊല്യൂട്ടഡ്. ബയോമാഗ്നിഫിക്കേഷൻ്റെ ഒരു ക്വസ്റ്റ്യൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ തന്നെ സെയിം അതേ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഫിനോമിനൻ where the pollutant pass in higher concentration through the food chain and accumulated to the maximum in the final consumer is called.
Option A, biological magnification. Option B, biogeochemical cycle. Option C, eutrophication. Option D, biological degradation. സോ ഈ ഒരു ഏരിയയിൽ നിന്നും ആൻസർ ബയോളജിക്കൽ മാഗ്നിഫിക്കേഷൻ ഓർ ബയോമാഗ്നിഫിക്കേഷൻ BOD, അതുപോലെ DDT, അതുപോലെ യൂട്രോഫിക്കേഷൻ എന്നിവയൊക്കെ നമ്മൾ എന്താണ് എന്ന് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, BOD റിലേറ്റഡ് ആയിട്ട് വേറൊരു ക്വസ്റ്റ്യൻ വരാവുന്നത് ഇൻക്രീസ് ഇൻ BOD ഇൻ വാട്ടർ ലീഡ്സ് ടു ഓപ്ഷൻ എ ഇൻക്രീസ് ഇൻ ഡിസോൾവ്ഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ, ഓപ്ഷൻ ബി ഡിക്രീസ് ഇൻ ഡിസോൾവ്ഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ, ഓപ്ഷൻ സി മെയിൻ്റനൻസ് ഓഫ് ഡിസോൾവ്ഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ അറ്റ് ദി സെയിം ലെവൽ, ഓപ്ഷൻ ഡി നോ എഫക്റ്റ് ഓൺ ഡിസോൾവ്ഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ. അതായത് BOD ഇൻക്രീസ് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ അതിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് എന്താണ്, ഇൻക്രീസ് ചെയ്യുകയാണോ കുറയുകയാണോ, അങ്ങനെ ഒരു രീതിയിലാണ് ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. ആൻസർ ഡിക്രീസ് ഇൻ ഡിസോൾവ്ഡ് ഓക്സിജൻ കോൺസെൻട്രേഷൻ. സോ BOD കൂടുക എന്ന് പറയുമ്പോൾ അതിലുള്ള ഡിസോൾവ്ഡ് ഓക്സിജന്റെ എമൗണ്ട് കുറയുക എന്നുള്ളതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, വൺ ഓഫ് ദ ഫോളോയിങ് ആക്ട് എ സെക്കൻഡറി പൊല്യൂട്ടന്റ്. സോ നമ്മൾ പ്രൈമറി പൊല്യൂട്ടന്റും സെക്കൻഡറി പൊല്യൂട്ടന്റും പഠിക്കണം. സെക്കൻഡറി പൊല്യൂട്ടന്റ്, അപ്പോൾ ഇവിടെ കൊടുത്തുള്ള ഓപ്ഷൻ BR2, ഓപ്ഷൻ എ BR2, ഓപ്ഷൻ ബി NO2, ഓപ്ഷൻ സി Cl2, ഓപ്ഷൻ ഡി HNO3. അപ്പോൾ ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ഏതാണ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി NO2. NO2 ഒരു സെക്കൻഡറി പൊല്യൂട്ടന്റ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് ഗ്ലോബൽ വാർമിംഗ് കണ്ടിന്യൂ ദ ഓർഗാനിസം വിച്ച് മേ ഫേസ് മോർ സിവിയർ ത്രെറ്റ് ഈസ് ഓപ്ഷൻ എ ബനാന, ഓപ്ഷൻ ബി ഡോൾഫിൻ, ഓപ്ഷൻ സി കൗ, ഓപ്ഷൻ ഡി സ്നോ ലെപ്പേർഡ്. സോ ഗ്ലോബൽ വാർമിംഗ് ഇൻക്രീസ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അത് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യുന്ന ഒരു ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി സ്നോ ലെപ്പേർഡ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ഇൻ ഹ്യൂമൻ ബോഡി the chlorinated hydrocarbons keep on accumulating in option A bones, option B brain, option C fatty tissue, option D skin. നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ ക്ലോറിനേറ്റഡ് ആയിട്ടുള്ള ഹൈഡ്രോകാർബൺസ് അക്യുമുലേറ്റ് ചെയ്യാൻ ഇടയുള്ള ഏരിയ അല്ലെങ്കിൽ പാർട്ട് ഏതാണ് എന്നാണ് ചോദ്യം. ആൻസർ ഓപ്ഷൻ സി ഫാറ്റി ടിഷ്യൂ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്ലാക്ക് ഫുഡ് ഡിസീസ് ഒക്കേഴ്സ് ഡ്യൂ ടു ഓപ്ഷൻ എ കാഡ്മിയം, ഓപ്ഷൻ ബി മെർക്കുറി, ഓപ്ഷൻ സി ആർസെനിക്, ഓപ്ഷൻ ഡി കോപ്പർ. അപ്പോൾ ബ്ലാക്ക് ഫുഡ് ഡിസീസ് കോസ് ചെയ്യുന്നത് എന്തു മൂലമാണ്? ആൻസർ ഓപ്ഷൻ സി ആർസെനിക്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ, ചിപ്കോ മൂവ്മെന്റ് ഈസ് കൺസേൺഡ് വിത്ത് ഓപ്ഷൻ എ പ്ലാന്റ് ബ്രീഡിംഗ്, ഓപ്ഷൻ ബി വൈൽഡ് ലൈഫ് മാനേജ്മെന്റ്, ഓപ്ഷൻ സി പ്രൊജക്ട് ക്രോക്കഡൈൽ, ഓപ്ഷൻ ഡി പ്രൊട്ടക്ഷൻ ഓഫ് ട്രീസ്. So option D, protection of trees. അടുത്ത ക്വസ്റ്റ്യൻ, മോസ്റ്റ് ടോക്സിക് പ്രൊഡക്റ്റ് ഓഫ് വെഹിക്കിൾ പൊല്യൂഷൻ ഈസ് ഓപ്ഷൻ എ PB, ഓപ്ഷൻ ബി CO2, ഓപ്ഷൻ സി CO, ഓപ്ഷൻ ഡി NOx. ആൻസർ ഓപ്ഷൻ എ PB. അടുത്ത ക്വസ്റ്റ്യൻ DDT റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇൻ ആൻ ഏരിയ വെർ DDT ഹാസ് ബീൻ യൂസ്ഡ് എക്സ്റ്റെൻസീവ്ലി, bird population declined because option A birds stopped laying egg, option B earthworm of the area disappeared, option C cobras were feeding exclusively on birds, option D many of the bird eggs did not hatch. ഓക്കെ, ഒരു ഏരിയയിൽ DDTന്റെ എമൗണ്ട് എക്സ്റ്റെൻസീവ് ആയിട്ട് ഇൻക്രീസ് ചെയ്തു, അല്ലെങ്കിൽ അവിടെ അത്രയും എമൗണ്ട് കൂടുതലായിരുന്നു യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു സ്ഥലത്തെ ബേർഡ് പോപ്പുലേഷൻ കുറഞ്ഞു. അതിന് കാരണം എന്തായിരുന്നു? സോ ആൻസർ ഓപ്ഷൻ ഡി ആണ്. മെനി ഓഫ് ദി ബേർഡ്സ് എഗ് ഡിഡ് നോട്ട് ഹാച്ച്. അതായത് അവരുടെ എഗ് ഒന്നും ഹാച്ച് ചെയ്യുന്ന ഒരു സ്ഥിതിയിലായിരുന്നില്ല. അടുത്ത ക്വസ്റ്റ്യൻ, BOD ഈസ് മെഷേർഡ് ഫോർ ഓപ്ഷൻ എ എസ്റ്റിമേറ്റിംഗ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ്, ഓപ്ഷൻ ബി നോയിങ് എഫിഷ്യൻസി ഓഫ് RBC ഫോർ ക്യാരിയിങ് ഓക്സിജൻ, ഓപ്ഷൻ സി വർക്കിംഗ് ഔട്ട് എഫിഷ്യൻസി ഓഫ് ഓയിൽ ഡ്രിവൺ ഓട്ടോമൊബൈൽ engines, ഓപ്ഷൻ ഡി മെഷറിംഗ് ആക്ടിവിറ്റി ഓഫ് സക്കാരോമൈസിസ് സെർവിസിയെ ഇൻ പ്രൊഡ്യൂസിംഗ് കേർഡ്. സോ BOD എന്താണ്? എസ്റ്റിമേറ്റിംഗ് എമൗണ്ട് ഓഫ് ഓർഗാനിക് മാറ്റർ ഇൻ സീവേജ്.
അടുത്തൊരു ക്വസ്റ്റ്യൻ ആണ്. ഇഫ് എ വാട്ടർ ബോഡി ഈസ് കണ്ടാമിനേറ്റഡ് വിത്ത് എ ടോക്സിക്കൻറ്റ്, its biomagnification will be more marked in option A plankton, option B small fish, option C bird, option D water. അപ്പോൾ ഒരു ഏരിയയിലെ ടോക്സിക്കൻസിൻ്റെ എമൗണ്ട്, ഒരു ഏരിയയിലെ വാട്ടർ ബോഡി ടോക്സിക്കൻ്റ് വെച്ച് കണ്ടാമിനേറ്റഡ് ആയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ബയോമാഗ്നിഫിക്കേഷൻ എന്നുള്ളത് ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഏതിലാണ്? ഓപ്ഷൻ സി ബേർഡ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. ഹൈ എമൗണ്ട് ഓഫ് എസ്ക്രീഷ്യ കോളൈ ഇൻ വാട്ടർ ബോഡി ഇൻഡിക്കേറ്റ്സ്. ഓപ്ഷൻ എ ഹാർഡ്നെസ് ഓഫ് വാട്ടർ, ഓപ്ഷൻ ബി ഇൻഡസ്ട്രിയൽ പൊല്യൂഷൻ, ഓപ്ഷൻ സി സീവേജ് പൊല്യൂഷൻ, ഓപ്ഷൻ ഡി പൊല്യൂഷൻ ഡ്യൂ ടു ഇലക്ട്രോമാഗ്നറ്റിക് റേഡിയേഷൻ. സോ ആൻസർ ഓപ്ഷൻ സി സീവേജ് പൊല്യൂഷൻ. പിന്നീട് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, ഗ്രീൻ മഫ്ലർ ഈസ് റിക്വയർഡ് അഗെയിൻസ്റ്റ് പൊല്യൂഷൻ ഓഫ്. ഓപ്ഷൻ എ എയർ, ഓപ്ഷൻ ബി വാട്ടർ, ഓപ്ഷൻ സി സോയിൽ, ഓപ്ഷൻ ഡി നോയ്സ്. ആൻസർ ഓപ്ഷൻ ഡി നോയ്സ്. അടുത്തൊരു ക്വസ്റ്റ്യൻ. മെലാനിൻ പിഗ്മെന്റ് പ്രൊട്ടക്ട് ഫ്രം റേഡിയേഷൻസ്. ഓപ്ഷൻ എ ഇൻഫ്രാറെഡ്, ഓപ്ഷൻ ബി യു വി, ഓപ്ഷൻ സി എക്സ്റേ, ഓപ്ഷൻ ഡി ഗാമ റേ. ആൻസർ ഓപ്ഷൻ ബി യു വി. Lichens are good indicators of dash pollution. Option A CO2, option B CFC, option C SO2, option D O3. So answer option C SO2. ഇനിയുള്ളത് ഒരു ക്വസ്റ്റ്യൻ ആണ്. യു വി റേഡിയേഷൻ കോസസ്. ഓപ്ഷൻ എ ഫോർമേഷൻ ഓഫ് തൈമിൻ ഡൈമർ, ഓപ്ഷൻ ബി അഡീഷൻ ഓഫ് ബേസ് പെയർസ്, ഓപ്ഷൻ സി ഡിലീഷൻ ഓഫ് ബേസ് പെയർസ്, ഓപ്ഷൻ ഡി മെഥിലേഷൻ ഓഫ് ബേസസ്. ആൻസർ ഓപ്ഷൻ എ ഫോർമേഷൻ ഓഫ് തൈമിൻ ഡൈമർ. അപ്പോൾ ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടത് ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒന്നാണ് യൂട്രോഫിക്കേഷൻ എന്താണ് എന്നുള്ളത്. സോ യൂട്രോഫിക്കേഷൻ ഈസ് ദ ഫിനോമിനൻ ഓഫ് ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെൻറ്റ് ഓഫ് എ വാട്ടർ ബോഡി ദാറ്റ് ഇനീഷ്യലി സപ്പോർട്ട് എ ഡെൻസ് ഗ്രോത്ത് ഓഫ് പ്ലാന്റ് ആൻഡ് അനിമൽ ലൈഫ്. ഇറ്റ് ഈസ് ഓഫ് ടു ടൈപ്പ്, നാച്ചുറൽ ആൻഡ് കൾച്ചറൽ. സോ എന്താണെന്ന് വെച്ചാൽ നമ്മളുടെ ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെൻറ്റിൻ്റെ, ഒരു വാട്ടർ ബോഡിയിലെ ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെൻറ്റിനെയാണ് ഈ ഒരു യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത്. അത് നാച്ചുറലായിട്ടും സംഭവിക്കാം, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യലായിട്ട് അല്ലെങ്കിൽ കൾച്ചറലായിട്ടും നടക്കാം. ഈ നാച്ചുറൽ ആയിട്ടുള്ള യൂട്രോഫിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്ലോ പ്രോസസ് ആണ്, വിച്ച് കൺവേർട്ട് കോൾഡ് ക്ലിയർ വാട്ടർ ഇൻ ടു വാം വാട്ടർ ദാറ്റ് സപ്പോർട്ട് എ നമ്പർ ഓഫ് ഓർഗാനിസം വിത്ത് അക്യുമുലേഷൻ ഓഫ് സിൽറ്റ് ആൻഡ് ഓർഗാനിക് മാറ്റർ അറ്റ് ദി ബോട്ടം, ഫ്ലോട്ടിംഗ് പ്ലാന്റ്സ് ഓൺ ദ സർഫസ് ആൻഡ് ആംഫീബിയസ് പ്ലാന്റ്സ് ഓൺ ദി എഡ്ജസ്. മറ്റൊന്ന് പറയുന്നത് കൾച്ചറൽ ഓർ ആക്സിലറേറ്റഡ് ആയിട്ടുള്ള യൂട്രോഫിക്കേഷൻ ആണ്, ആൻഡ് ഈസ് ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെന്റ് ഓഫ് വാട്ടർ ബോഡി ഡ്യൂ ടു ഹ്യൂമൻ ആക്ടിവിറ്റീസ് including runoff from field. It causes us rapid growth of plants, especially the algae. അപ്പോൾ ഈ ഒരു ന്യൂട്രിയൻറ്റ് എൻറിച്ച്മെൻറ്റിൻ്റെ ഫലമായിട്ട് എക്സസീവ് ആയിട്ടുള്ള ആൽഗൽ ഗ്രോത്ത് വാട്ടർ സർഫസിൽ കാണാം. അതിനെയാണ് നമ്മൾ ആൽഗൽ ബ്ലൂം എന്ന് പറയുന്നത്. ഇനി ഗ്ലോബൽ വാർമിംഗ് അല്ലെങ്കിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടല്ലോ, ഈ ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്താണ് അല്ലെങ്കിൽ ഗ്ലോബൽ വാർമിംഗ് എന്താണ്, അങ്ങനത്തെ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് അല്ല. പക്ഷേ ഇത്തരത്തിൽ ഗ്രീൻ ഹൗസ് എഫക്റ്റ് ഉണ്ടാക്കുന്നതായിട്ടുള്ള നമ്മളുടെ ഗ്രീൻ ഹൗസ് ഗ്യാസസ് ഉണ്ടല്ലോ, അതിന് എക്സാമ്പിളാണ് കാർബൺ ഡൈ ഓക്സൈഡ്. അത് 60% ആണ് അതിൻ്റെ ഒരു എഫക്റ്റ് എന്ന് പറയുന്നത്. ദെൻ മീതെയിൻ, ക്ലോറോ ഫ്ലൂറോ കാർബൺ ആൻഡ് N2O ഓർ നൈട്രസ് ഓക്സൈഡ്. പിന്നെ ഓസോൺ ഡിപ്ലീഷൻ ആണ്. അപ്പോൾ ഓസോൺ ലെയർ സ്ട്രാറ്റോസ്ഫിയറിലാണ് കാണുന്നത് എന്ന് നമുക്കറിയാം. അപ്പോൾ ഈ ഒരു ഓസോൺ ഹോൾ എന്താണ് എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. ഡിപ്ലീഷൻ ഇൻ ദി കോൺസെൻട്രേഷൻ ഓഫ് ഓസോൺ ഓവർ എ റെസ്ട്രിക്റ്റഡ് ഏരിയ ആസ് സ്പ്രിംഗ് ടൈം ഡിക്ലൈൻ ഓവർ അന്റാർട്ടിക്ക ഈസ് കാൾഡ് ഓസോൺ ഹോൾ. ഈ ഓസോൺ എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്നതിനുള്ള യൂണിറ്റ് എന്ന് പറയുന്നത് ഡോപ്സൺ യൂണിറ്റ് ആണ്. ഇനി കുറച്ച് ആക്ട് ഉണ്ട്, എൻവയോൺമെന്റൽ ലോ ഫോർ കൺട്രോളിംഗ് പൊല്യൂഷൻ. അതിൽ ഒന്നാമത്തത് എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986, ആൻഡ് ഇറ്റ് ഈസ് ദ മോസ്റ്റ് കോംപ്രഹെൻസീവ് ലോ മെയിൻഡ് ഫോർ പ്രിവെൻഷൻ, കൺട്രോൾ ആൻഡ്
Abatement of environmental pollution by laying down emission norms and setting up of central and state pollution control board that encompasses air, water, soil and noise. Rules have been framed under this law from time to time, such as Hazardous Waste Management and Handling Rule 1989, Noise Pollution Rule 2000, Biomedical Waste Management and Handling 1998, Recycled Plastic Manufacture and Usage Rule 1999, Ozone Depletion, Substance Regulation and Control Rules 2000. അപ്പോൾ ആ ഒരു എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1986 ഇനി വാട്ടർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1974, എയർ പ്രിവെൻഷൻ ആൻഡ് കൺട്രോൾ ഓഫ് പൊല്യൂഷൻ ആക്ട് 1981. ഇനി കുറച്ച് പ്രോട്ടോകോൾസ് ഉണ്ട്. ഇന്റർനാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ മിറ്റിഗേറ്റിംഗ് ഗ്ലോബൽ ചേഞ്ച്. നമ്മൾ കഴിഞ്ഞ ഒരു ക്വസ്റ്റ്യനിൽ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഒന്നാമത്തത് മോൺട്രിയൽ പ്രോട്ടോകോൾ 1987 27 industrialized countries agreed to limit the production of chlorofluorocarbon to half the level of 1986. 1986 പ്രൊഡ്യൂസ് ചെയ്ത് അല്ലെങ്കിൽ അവർ പുറത്തു വിട്ടിരുന്ന ക്ലോറോഫ്ലൂറോ കാർബണിനേക്കാളും പകുതി ആക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഇത്തരത്തിലുള്ള കൺട്രി ആ ഒരു ധാരണയിൽ എത്തിയത്. പിന്നെ എർത്ത് സമ്മിറ്റ് എന്ന് പറഞ്ഞു, അത് റിയോ ഡി ജനീറോയിലാണ് നടന്നിട്ടുള്ളത്. അത് 1992 ക്യോട്ടോ പ്രോട്ടോകോൾ ഉണ്ട് 1997. ഓക്കെ, അതെന്ന് പറയുന്നത് ക്യോട്ടോ ജപ്പാനിലാണ്. ഒബ്റ്റൈൻഡ് commitments from different countries for reducing overall greenhouse gas emission level up to 5% below 1990 level. അപ്പോൾ ഇത് ഗ്രീൻ ഹൗസ് ഗ്യാസിന്റെ എമിഷൻ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു 1997 ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. പിന്നീട് പറയുന്നതാണ് കോപ്പൻഹേഗൻ കോൺഫറൻസ് 2009 നടന്നത്. പാർട്ടിസിപ്പേറ്റിംഗ് കൺട്രീസ് ഹാവ് എഗ്രീഡ് ടു വോളണ്ടറിലി റെഡ്യൂസ് കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. ഓക്കെ, ഇത്രയാണ് എൻവയോൺമെന്റൽ ഇഷ്യൂസ് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസും. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇത് റിലേറ്റഡ് ആയിട്ടുള്ള ഇപ്പോൾ ക്വിക്ക് ആയിട്ടുള്ള ഒരു റിവിഷനൊക്കെ ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. അതായത് നമ്മൾ നോക്കേണ്ട ഏരിയ DDT നോക്കണം, ബയോമാഗ്നിഫിക്കേഷൻ എന്താണെന്ന് നോക്കണം, അതുപോലെ തന്നെ BOD അതിൻ്റെ എഫക്റ്റ് എന്താണെന്നുള്ള രീതിയിൽ നോക്കണം. ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് കേട്ടോ. സോ ഇത് നമ്മൾ ഇത്രയാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് ആരെങ്കിലും ഈ ഒരു ചാനൽ കാണുന്നത് എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഞാൻ പിന്നീട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് വരും. ഓക്കെ, താങ്ക് യു.